ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ദശാംശ സംഖ്യകളുടെ ക്രിയകളാണ് പഠിക്കുന്നത്. ഡെസിമൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, അതായത് ദശാംശ സംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവ. ഇപ്പോൾ രണ്ട് ദശാംശ സംഖ്യകൾ കൂട്ടണമെങ്കിൽ 0.43 കൂട്ടണം 10.563 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ സാധാരണ എണ്ണൽ സംഖ്യകളും അഖണ്ഡ സംഖ്യകളൊക്കെ കൂട്ടിയതുപോലെ തന്നെ സ്ഥാനക്രമത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഇപ്പോൾ 0.43 ഇതിൽ ഈ 0ൻ്റെ സ്ഥാനം 1ൻ്റെ സ്ഥാനമാണ്, ഈ 4ൻ്റെ സ്ഥാനം 10-1, ഇത് 100-1. പോയിൻ്റ് നേരെ നേരെ വരുകയും ചെയ്യണം. അപ്പോൾ 10 പോയിൻ്റ്, ഈ പോയിൻ്റ് നേരെ നേരെ വന്നാലും മതി. 5, 6, 3. ഇപ്പോൾ ഇവിടെ സ്ഥാനമില്ല, 10-1, 100-1, 1000-1ൻ്റെ സ്ഥാനമില്ല. അവിടെ വേണമെങ്കിൽ 0 ഇടാം, കുഴപ്പമില്ല. അതുപോലെ ഇവിടെയും വേണമെങ്കിൽ 0 ഇടാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ നമുക്ക് കഴിയും. 3, 9, 9, 0, 1. അപ്പോൾ സ്ഥാനമാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാനക്രമത്തിനാണ് പ്രാധാന്യം. 1ൻ്റെ സ്ഥാനത്തിന് നേരെ 1ൻ്റെ സ്ഥാനവും, 10-1ൻ്റെ സ്ഥാനത്തിന് നേരെ 10-1, 100-1ൻ്റെ സ്ഥാനത്തിന് നേരെ 100-1, പോയിൻറ്റിന് നേരെ പോയിൻ്റ് ഇട്ട് ക്രിയ ചെയ്യുകയാണ് വേണ്ടത്. അത് കുറക്കുകയാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ 25.43 കുറക്കണം 2.764 ആണെങ്കിൽ ഇവിടെ ഈ 3ന് ശേഷം 1000-1ൻ്റെ സ്ഥാനമില്ല, അവിടെ വേണമെങ്കിൽ 0 എന്ന് സങ്കല്പിക്കുക. ഇവിടെ 0 ഇട്ട് മൈനസ് ചെയ്യാം. 10-ൽ നിന്ന് 4 കുറച്ചാൽ കടമെടുത്ത് 10-ൽ നിന്ന് 4 കുറച്ചാൽ 6, ഇവിടെ 2 ഉള്ളത്. 12-ൽ നിന്ന് 6 കുറച്ചാൽ 6, ഇവിടെ 3 ഉള്ളത്. 13-ന് 7 കുറച്ചാൽ 6, ഇവിടെ 4 ഉള്ളത്. 4-ന് 2 കുറച്ചാൽ 2, 2. ഓക്കെ, കറക്റ്റായി. മുകളിലോട്ടേക്ക് കൂട്ടി വെക്കിട്ട് ചെക്ക് ചെയ്യുക. 6 4 10, 1 7 6 13, 1 7 7 14, 2 3 5. ഓക്കെ, അപ്പോൾ കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും അവയുടെ സ്ഥാനക്രമത്തിലാണ് പ്രാധാന്യം എന്നുള്ളത് ഓർമ്മിക്കുക. 1ൻ്റെ സ്ഥാനത്തിന് നേരെ 1, 10ൻ്റെ സ്ഥാനത്തിന് നേരെ 10, 10-1ൻ്റെ സ്ഥാനത്തിന് നേരെ 10-1, 100-1ൻ്റെ സ്ഥാനത്തിന് നേരെ 100-1 എന്നീ ക്രമത്തിലാണ് നമ്മൾ സങ്കലനവും വ്യവകലനവും ചെയ്യുന്നത്. ഇനി ഗുണനത്തിനും ഹരണത്തിനും ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് 0.1 ഗുണിക്കണം 0.2 ആണെങ്കിൽ ഇവിടെ ദശാംശം ഇല്ല എന്ന് കരുതിയാൽ ഈ സംഖ്യ 1 ആണ്. ഇവിടെ ദശാംശം ഇല്ല എന്ന് കരുതിയാൽ ഈ സംഖ്യ 2 ആണ്. അപ്പോൾ 1ഉം 2ഉം കൂടി ഗുണിക്കുക. ആദ്യം 2 ഗുണിക്കുന്നതിന് മുമ്പ് ദശാംശം ഒഴിവാക്കിയിട്ട് ഗുണിക്കുക. ദശാംശം ഒഴിവാക്കിയിട്ട് ഗുണിച്ചാൽ 1 2 2 വന്നു ഇവിടെ. ഇനി എത്ര സ്ഥാനങ്ങൾ ഇതിനകത്തുണ്ട് നോക്കുക. ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ 2 സ്ഥാനം വേണം. 2 സ്ഥാനത്തിന് ഇവിടെ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. 2 സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടതുവശത്തിൽ 0 ചേർക്കുക ചെയ്യുക. അപ്പോൾ 2 സ്ഥാനമായി. എന്നിട്ട് പോയിൻ്റ് ഇടുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.02. 0.1 ഗുണിക്കണം 0.02 ഗുണിക്കണം 0.03 ആണെങ്കിൽ ഇവിടുത്തെ 1, ഇവിടുത്തെ 2, ഇവിടുത്തെ 3. അപ്പോൾ 1 2 2 23 6 ആൻസർ കിട്ടേണ്ടത്. ഈ 6-ൽ എത്ര സ്ഥാനം വേണമെന്നുള്ളത് നോക്കുക. ഇവിടെ ഒരു സ്ഥാനം, ഈ ഇവിടുത്തെ 2 സ്ഥാനം 1 2 3 പിന്നെ ഇവിടെ 2 സ്ഥാനം 5 സ്ഥാനം. 1 സ്ഥാനം 2 സ്ഥാനം 2 സ്ഥാനം 2 2 1. അപ്പോൾ 5 സ്ഥാനം മൊത്തം വേണം. ഇവിടെ 1 ഉള്ളൂ. 5 സ്ഥാനം വേണമെങ്കിൽ ഇനി 4 0 കൂടി ചേർക്കണം. 1 2 3 4 0 കൂടി ചേർത്തു. ഇപ്പോൾ മൊത്തം 5 സ്ഥാനമായി. 1 2 3 4 5. അപ്പോൾ 0.006 ഇതിൻ്റെ ഉത്തരം. അപ്പോൾ രണ്ടോ അത്ര ദശാംശ സ്ഥാനങ്ങൾ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഗുണിക്കുന്നതിന് മുമ്പ് അതിലെത്ര സംഖ്യകളുണ്ട് നോക്കുക, അതിലെത്ര സ്ഥാനമുണ്ട് നോക്കുക. എൻ്റെ സംഖ്യകൾ ദശാംശം ഇല്ലയെന്ന് കരുതിയിട്ട് ഗുണിക്കുക. എന്നിട്ട് എത്ര സ്ഥാനമാണോ ഈ മൊത്തത്തിലുള്ളത് അത്രയും ദശാംശ സ്ഥാനങ്ങൾ ഗുണനഫലത്തിൽ ഇടുക വേണ്ടത്. എൻ്റെ പ്രോഡക്റ്റിൽ അത്രയും ഡെസിമൽ പ്ലേസ് ഇടണം. ഇതാണ് ഗുണനത്തിൻ്റെ നിയമം. ഗുണിച്ചതിന് ശേഷം ദശാംശം ഇല്ലയെന്ന് കരുതി ഗുണിച്ചതിന് ശേഷം ഇതിനകത്ത് എത്ര, ഈ സംഖ്യകളിൽ മൊത്തം എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് നോക്കുക. അത്രയും ദശാംശ സ്ഥാനങ്ങൾ ഉത്തരത്തിൽ ഇടുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ദശാംശ സംഖ്യകൾ ഗുണിക്കുക. ദശാംശ സംഖ്യകൾ ഹരിക്കുമ്പോൾ 0.2 ആണെങ്കിൽ ഇവിടെ ഛേദത്തിൽ ഒരു ദശാംശ സ്ഥാനമുള്ളത്. ഛേദത്തിൽ ഒരു ദശാംശ സ്ഥാനമുണ്ട്. അപ്പോൾ ഛേദമാണ് സാധാരണ പരിഗണിക്കാറുള്ളത്. ഈ ഒരു ദശാംശ സ്ഥാനം ഒഴിവാക്കാൻ വേണ്ടി, സമാനം ഭിന്നാക്കാൻ വേണ്ടി 0.2നെ 10 കൊണ്ട് ഗുണിക്കുന്നു, 0.1നെയും 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ മുകളിൽ 1 0.1നെ 10 കൊണ്ട് 1, 1/2 വന്നു. 1/2ൻ്റെ ദശാംശ സ്ഥാനം 0.5 ആണ്. 1/2നെ ഹരിച്ചാൽ 0.5. 1 ഹരിക്കണം 2,
1 ഹരിക്കണം 2 0.10 5 0.5 ഉത്തരം. അപ്പോൾ 1/2 ഇപ്പോൾ പോയിൻറ്റ് 1/2 പറഞ്ഞാൽ എൻ്റെ ഉത്തരം 0.5 ഇനി കുറച്ച് വലിയ സംഖ്യ എടുത്തൊന്ന് വരച്ച് നോക്കാം നമുക്ക്. ഇപ്പോൾ 0.1 ഗുണിക്കണം 0.02 ഗുണിക്കണം 0.003 ഡിവൈഡഡ് ബൈ 0.06 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇപ്പോൾ അംശമെല്ലാം ഗുണിച്ചാൽ നേരത്തെ പറഞ്ഞാൽ അംശമെല്ലാം ഗുണിച്ചാൽ 1 2 2 2 3 6 വന്നു അംശത്തിൽ. ഛേദത്തിനകത്ത് ദശാംശ സ്ഥാനങ്ങൾ, അംശത്തിൽ ദശാംശ സ്ഥാനങ്ങൾ 1 2 3 3 6 ദശാംശം വേണം. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. ഇനി 5 0 കൂടി ചേർക്കണം. 1 2 3 4 5 0 കൂടി ചേർത്തു. അപ്പോൾ 0.0006 ഡിവൈഡ് ബൈ 0.06 ഇപ്പോൾ ഉള്ളത്. ഒരു സ്ഥാനം 1 2 3 സ്ഥാനം 3 3 6 സ്ഥാനം 1 2 3 4 5 6 സ്ഥാനം. അക്കം ഗുണിച്ചാൽ 1 2 2 23 6 വന്നു. ഛേദത്തിൽ 0.06. ഇനി ഇവിടെ ഛേദം നോർമലാക്കാൻ വേണ്ടി, നേരെയാക്കാൻ വേണ്ടി ഇവിടെ 2 ദശാംശം ഉണ്ടാകുമ്പോൾ 100 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 0.000006 ഗുണിക്കണം 100 ബൈ 0.06 ഗുണിക്കണം 100 ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായി? അടിയിൽ 0.06 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 ദശാംശ സ്ഥാനം ഒഴിവായി കിട്ടി. അപ്പോൾ അടിയിൽ 6 വന്നു. 0.10 കൊണ്ട് ഗുണിച്ചാൽ 1 ദശാംശ സ്ഥാനം വലത്തോട്ടേക്ക് നീങ്ങി. 100 കൊണ്ട് ഗുണിച്ചാൽ 2 സ്ഥാനം വലത്തോട്ടേക്ക് നീങ്ങി. ഇപ്പോൾ ഇത് 6 ആയി മാറി. അംശത്തിനകത്ത് ഈ പോയിൻ്റ് 2 സ്ഥാനം വലത്തോട്ടേക്ക് നീങ്ങിയാൽ, പിന്നെ വലതുഭാഗത്ത് ഈ 6 സ്ഥാനത്തിനകത്ത് 2 സ്ഥാനം വലത്തോട്ടേക്ക് നീങ്ങിയാൽ പിന്നെ 4 സ്ഥാനമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ 0.1 2 3 2 സ്ഥാനം 3 0 ഒരു 6 4 സ്ഥാനം മൊത്തം. അപ്പോൾ ഈ 6ൽ ഇനി 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം 1 ആണ്. ഇവിടെ 3.3 കൂടിയുണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. 6ൽ ഒരു 6, ബാക്കി ഈ പോയിൻറ്റിന് ശേഷം 0 0 0 1, 6നെ 6 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകൾ ഹരിക്കുക. ഗുണിക്കുമ്പോൾ ഗുണനഫലം കണ്ടുപിടിച്ചിട്ട് എത്ര സ്ഥാനങ്ങളുണ്ട് നോക്കുക. ഹരിക്കുമ്പോൾ ഛേദത്തെ പൂർണ്ണസംഖ്യ ആക്കി മാറ്റാനാണ് സാധാരണ ശ്രമിക്കുക. ഛേദത്തിൻ്റെ പൂർണ്ണസംഖ്യ ആക്കി മാറ്റാൻ വേണ്ടി ഛേദത്തിൽ എത്ര ദശാംശം ഉണ്ട് നോക്കുക. 2 ദശാംശം ഉണ്ടെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. 3 ദശാംശം ഉള്ളെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അംശത്തെ 1000 കൊണ്ട് ഗുണിക്കുക. ഛേദത്തിൽ എത്ര ദശാംശം ഉണ്ടോ അത്രയും അത് നോക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ള 1 പിറകെയുള്ള 0 ചേർത്തിട്ടുള്ള സംഖ്യ, 1 പിറകെ 0 ചേർത്തിട്ടുള്ള സംഖ്യ 10 100 1000 10000 തുടങ്ങിയ സംഖ്യകൾ എടുത്ത് ഗുണിച്ച് ഛേദത്തെ നോർമലാക്കിയാൽ ഹരിക്കാൻ വളരെ എളുപ്പമായിട്ട് മാറും. ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവും നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.